ഫയൽ നോക്കിക്കൊണ്ടിരുന്ന ആവണി പെട്ടെന്ന് തലയുയർത്തി ഡേവിഡിനെ നോക്കി. എന്നാൽ ഡേവിഡ് ഈ സമയം ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആവണി നോക്കുന്ന കണ്ട് ഡേവിഡ് ഫോണൊന്ന് മാറ്റി. എന്നിട്ട് ആവണിയോട് ചോദിച്ചു, ആവണി എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഇല്ല സാർ. പിന്നെ എന്താ? ഒന്നുമില്ല എന്ന് പറഞ്ഞ് ആവണി വീണ്ടും ഫയൽ നോക്കാൻ തുടങ്ങി. സാർ ഇപ്പം എന്നെ വിളിച്ചില്ലേ? ഇനി എനിക്കിപ്പോൾ തോന്നിയതാവോ? പക്ഷെ വിളിച്ചത് ഞാൻ കേട്ടതാണല്ലോ. അല്ല, സാറിനെങ്ങനെ ഈ പേരറിയാം? അഞ്ജുവിനെ പോലും അറിയില്ലല്ലോ. ആവണി ആലോചിച്ചു. അപ്പോൾ അവളെ നോക്കിയൊരു കള്ള ചിരിച്ചിരിച്ച് വീണ്ടും അവളെ തുമ്പിയെന്ന് വിളിച്ചു. അപ്പോൾ ആവണിക്ക് മനസ്സിലായി ഡേവിഡ് തന്നെയാണ് തന്നെ നേരത്തെ വിളിച്ചതെന്ന്. സാർ ഇപ്പം എന്നെ എന്തേ വിളിച്ചേ? ആവണി ഒരു സംശയഭാവത്തിൽ ഡേവിഡിനോട് ചോദിച്ചു. ഞാൻ ആവണി എന്നാ വിളിച്ചേ? അവനൊരു കുസൃതി ചിരിയോടെ തന്നെ പറഞ്ഞു. ഇല്ല, ഞാൻ 2 തവണ കേട്ടതാ. സാർ എന്നെ മറ്റേ പേര് വിളിച്ചു. മറ്റേ പേരോ? അതേത് പേരാടോ? സാർ എന്നെ കളിയാക്കുകയാണോ? ഇല്ലടോ, ഞാൻ എന്തിനാ തന്നെ കളിയാക്കുന്നേ? എനിക്ക് മനസ്സിലായില്ല, ഡേവിഡ് പറഞ്ഞു. അവൾക്ക് ഇച്ചിരി ദേഷ്യം വന്നു കേട്ടോ. സാർ അവൻ കളിപ്പിക്കുക എന്നവൾക്ക് മനസ്സിലായി. എന്താടോ? ഒന്നുമില്ല, സാർ എന്നെ ഒന്നും വിളിച്ചിട്ടുമില്ല, ഞാനൊന്നും കേട്ടിട്ടുമില്ല എന്ന് പറഞ്ഞ് മുഖം വീർപ്പിച്ച് പോയി ഫയൽ നോക്കാൻ തുടങ്ങി ആവണി. ഡേവിഡിന് അത് കണ്ടപ്പോൾ ചിരിക്ക് വന്നു കേട്ടോ. അവൻ ശരിക്കും അവളുടെ ആ പിണക്കം ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആവണി ഡേവിഡിനോട് പിണങ്ങാനും ദേഷ്യപ്പെടാനും ഒക്കെ തുടങ്ങിയിട്ടോ, അവൾ അറിയാതെ. താൻ പിണങ്ങിയോ? പിണങ്ങിയില്ല എൻ്റെ തുമ്പിപ്പെണ്ണെ. ആവണി അത് കേട്ടും ഡേവിഡിൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ തന്നെയാടോ തുമ്പിപ്പെണ്ണെ എന്ന് വിളിച്ചേ, മനസ്സിലായോ എൻ്റെ തുമ്പിപ്പെണ്ണെ? ഡേവിഡ് പറഞ്ഞു. അത് സാർ, തുമ്പി, ആ പേര് സാർ എങ്ങനെ അറിഞ്ഞു? ആവണി ഡേവിഡിനോട് ചോദിച്ചു. എന്നിട്ട് അവളുടെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ഡേവിഡിൻ്റെ അടുത്തേക്ക് ചെന്നു. അതൊക്കെ അറിഞ്ഞു? എങ്ങനെ സാർ? റോസിയമ്മ പറഞ്ഞു, ആവണി ചോദിച്ചു. ആടോ, തൻ്റെ ഊഹം ശരിയാ. തൻ്റെ റോസിയമ്മ തന്നെയാ എനിക്ക് ഈ പേര് പറഞ്ഞു തന്നത്. പിന്നെ എങ്ങനെയാ ഞാൻ തൻ്റെ ഈ പേര് അറിയാനാ? കുഞ്ഞുനാളിൽ റോസിയമ്മ തന്നെ തുമ്പി എന്നല്ലേ വിളിച്ചിരുന്നേ? നല്ല പേര്, തുമ്പി. ഇന്നലെ ഞങ്ങളുടെ സംസാരത്തിനിടയിൽ വീണ് കിട്ടിയതാ ഈ പേര്, ഡേവിഡ് പറഞ്ഞു. ഞാനിപ്പോൾ തനിക്കത് ഓർമ്മയുണ്ടോ എന്നറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്തതാണ്. അത് കേട്ടപ്പോൾ ആവണിക്ക് ചിരി വന്നു കേട്ടോ. കുഞ്ഞുനാളിൽ ചുമ്മാ എന്നെ വിളിക്കുമായിരുന്നു റോസിയമ്മ. എനിക്ക് മുമ്പ് പൂക്കളെയൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് വിളിച്ചതാ ഈ തുമ്പി എന്ന്. അത് പക്ഷേ ഒരുപാട് കാലം മുമ്പായിരുന്നു കേട്ടോ. റോസിയമ്മയ്ക്ക് ഇപ്പോഴാ പേര് ഓർമ്മയുണ്ടോ? ആവണി ചോദിച്ചു. കാണുമല്ലോ, റോസിയമ്മയുടെ പൊന്നുമോളല്ലേ താൻ. പിന്നെ ഞാൻ ദേഷ്യപ്പെട്ടതിൽ തനിക്ക് വിഷമമായോ? ഡേവിഡ് ആവണിയോട് ചോദിച്ചു. ഇല്ല സർ, ഞാൻ സാറ് എത്തിയിട്ടും എത്താത്തതുകൊണ്ടല്ലേ. അതെൻ്റെ മിസ്റ്റേക്കല്ലേ, ആവണി പറഞ്ഞു. അതെ, ഞാൻ നിന്നെ അതിന് തന്നെ വഴക്ക് പറഞ്ഞ. ഇനിയില്ലേ ഓഫീസിൽ വന്നാൽ എന്നെ കണ്ടിട്ട് കൂട്ടുകാരുടെ അടുത്തേക്ക് പോയാൽ മതിയെന്നേ, മനസ്സിലായോ? ഡേവിഡ് ആവണിയോട് പറഞ്ഞു. അത് പക്ഷേ ഒരു എംപ്ലോയിയുടെ ബോസിൻ്റെ പറച്ചിലായിരുന്നില്ല കേട്ടോ, മറിച്ച് സ്നേഹിക്കുന്ന ഒരാളെ കാണാനുള്ള ഒരാളുടെ മനസ്സിൻ്റെ വെമ്പലായിരുന്നു ആ പറച്ചിലിലൂടെ പുറത്തു വന്നത്. പക്ഷെ അത് ആവണിക്ക് മനസ്സിലായില്ലെന്ന് മാത്രം. സാർ, അത് ആവണി പറയാൻ തുടങ്ങി. എന്തേ? ഇവിടെ വന്നാൽ ആദ്യം കൂട്ടുകാരെ കാണാണ്ട് തനിക്കിരിക്കാൻ പറ്റില്ലേ? ഡേവിഡ് ചോദിച്ചു. അല്ല സാർ, അത് പിന്നെ ഇപ്പോൾ കണ്ടില്ലെങ്കിൽ അവളെ ലഞ്ച് ബ്രേക്കിൽ കാണാൻ പറ്റുമോ, അതാ ഞാൻ. ശരി, ഇനി കൂട്ടുകാരെ കാണാതെ സങ്കടപ്പെടണ്ട. പക്ഷെ ഞാൻ ഇവിടെ എത്തുമ്പോൾ താൻ ഇവിടെ ഉണ്ടാവണം, മനസ്സിലായോ? സാർ, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ തുമ്പി ചെന്ന് ഫയൽ നോക്കിക്കോ. ഡേവിഡ് അത് പറഞ്ഞതും അവൾക്ക് വല്ലാത്തൊരു ഫീലായി. അവളോട് പെരുമാറുന്ന രീതി ഒരുപാട് വ്യത്യാസമാണ് എന്ന് തോന്നി അവൾക്ക്. അവൾ ആലോചിച്ചു, വന്നപാടെ എന്തിനാ സാർ എന്നെ സെക്രട്ടറി ആക്കി അപ്പോയിൻ്റ് ചെയ്തത്? വെറും സെക്രട്ടറിയുടെ ക്യാബിൻ എന്താ ബോസിൻ്റെ ക്യാബിൻ ആക്കിയത്?
സാറെന്തിനാ ആദ്യമായിട്ട് എന്നെ കാണുമ്പോൾ അങ്ങനെ നോക്കിയത്? ഇന്നലെ സാറെന്തിനാ എൻ്റെ സന്തോഷത്തിനൊക്കെ വേണ്ടി സാറിൻ്റെ സമയം മാറ്റി വെച്ചത്? ഇനിയും അഞ്ചു പറയുന്ന പോലെ സാറെന്നെ സ്നേഹിക്കുന്നുണ്ടാവോ? എനിക്കറിയില്ല, പക്ഷെ ഒന്നറിയാം, സാർ എൻ്റെ അടുത്തിരിക്കുമ്പോൾ എനിക്കൊരു വല്ലാത്ത സമാധാനം കിട്ടുന്നുണ്ട്. ആരും ഉള്ള പോലെയൊക്കെ ഉള്ളൊരു ഫീൽ. ഇന്നലെ അറിയാതാണെങ്കിലും സാറെ കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോൾ പെട്ടെന്ന് ആശ്വാസമായി. എൻ്റെ വിഷമങ്ങളെല്ലാം അലിഞ്ഞു മാറുന്ന പോലെ തോന്നി എനിക്ക്. എന്തായാലും എനിക്കൊരു പ്രത്യേക പരിഗണന സാറ് തരുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയില്ല എന്ന് വിചാരിച്ച ആവണി ഫയൽ നോക്കാൻ തുടങ്ങി. ഫയൽ നോക്കുന്നതിൻ്റെ ഇടയിലും ആവണി ഇടയ്ക്ക് ഡേവിഡിനെ ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഡേവിഡും ആവണിയെ നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഡേവിഡ് നോക്കുന്നത് കണ്ട് ആവണി തിരിച്ചു നോക്കിയാൽ ഡേവിഡ് വേഗം വേറെന്തിനെങ്കിലും ശ്രദ്ധിക്കുന്ന പോലെ ആക്ട് ചെയ്യും. ആവണിയും അതേപോലെ ഡേവിഡ് തിരിച്ചു നോക്കിയാൽ വേഗം തന്നെ ഫയലിലേക്ക് നോക്കി ഫയൽ നോക്കുന്ന പോലെ ഇരിക്കും. ലഞ്ച് ബ്രേക്ക് വരെ ഇവരുടെ ഈ ഇടയ്ക്കിടയ്ക്കുള്ള ഒളിച്ചുകളി നടന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ലഞ്ച് ബ്രേക്ക് ആയപ്പോൾ ആവണി നോക്കിക്കൊണ്ടിരുന്ന ഫയലെല്ലാം ഒതുക്കി വെച്ച് ലഞ്ച് കഴിക്കാനായി പോവാൻ എഴുന്നേറ്റു. എടോ, കഴിക്കാൻ പോവാണോ? തനിക്ക് ഒരു ദിവസമെങ്കിലും എൻ്റെ ഒപ്പം ഇരുന്ന് ഫുഡ് കഴിച്ചോടെ? ഡേവിഡ് ആവണിയോട് ചോദിച്ചു. ഡേവിഡിന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അവളുടെ ഒപ്പം ഇരുന്ന് ഫുഡ് കഴിക്കാൻ. ഇല്ല സാർ, അഞ്ജു എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. ഞാൻ പോയില്ലെങ്കിൽ അവൾക്ക് വിഷമമാവും, ആവണി ഡേവിഡിനോട് പറഞ്ഞു. എന്നാൽ ശരി, ഞാൻ നിർബന്ധിക്കുന്നില്ല. ഇവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുകയല്ലേ, അതാ തന്നോട് ചോദിച്ചേ. സാരല്ല, താൻ തൻ്റെ അഞ്ജുവിൻ്റെ അടുത്തേക്ക് തന്നെ പൊക്കോ, ഒരിത്തിരി പരിഭവത്തോടെ ഡേവിഡ് പറഞ്ഞു. എന്നാൽ ഇന്ന് ഉച്ച കഴിഞ്ഞ് നമുക്ക് ഒരു സൈറ്റ് കാണാൻ പോകണം. അപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന് ഒരു ടീ കുടിക്കാലോ? ഡേവിഡ് ആവണിയോട് ചോദിച്ചു. അവൾ ഓക്കെ എന്ന വണ്ണം തലയാട്ടി. എന്നിട്ട് വേഗം പുറത്തേക്ക് പോയി. അവൾ ഓക്കെ പറഞ്ഞില്ലെങ്കിൽ സാറ് അഞ്ജുവിൻ്റെ അടുത്തേക്ക് വിട്ടില്ലെങ്കിലോ എന്നൊരു പേടിയുണ്ടായിരുന്നു അവൾക്ക്. അവൾ ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് വരെ ഡേവിഡ് അവളെ നോക്കിക്കൊണ്ടിരുന്നു. ഒന്ന് തിരിഞ്ഞു നോക്കുമോ എന്നറിയാൻ വേണ്ടിയായിരുന്നു. എന്നാൽ അവൾ ആവട്ടെ അങ്ങനെ സാർ നോക്കാൻ ആഗ്രഹിക്കും എന്നറിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയില്ല. പകരം ഫ്രണ്ടിലെ ഗ്ലാസ്സിലെ മിററിലൂടെ സാറിനെ നോക്കി. ഡേവിഡ് അവൾ പോകുന്നവരെ നോക്കുന്നതും നോക്കി ചിരിക്കുന്നതുമെല്ലാം അവൾ കണ്ടു. യേശുവേ, സാറിന് എന്താ പറ്റിയേ? എൻ്റെ അടുത്ത് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുകയാണല്ലോ. ഞാനും അറിയാൻ തന്നെ അടുക്കുന്നുമുണ്ട്. എന്ത് ചെയ്യാനാ, എങ്ങനെ അടുക്കാതിരിക്കാനാ? അയാളുടെ കള്ളച്ചിരിയിൽ വീണു പോയില്ല ആരായാലും. ഇനി എന്തായാലും ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് ആവണി വേഗം അഞ്ജുവിൻ്റെ അടുത്തേക്ക് പോയി. അഞ്ജു അവളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. എൻ്റെ ആവൂസി, നീ എവിടെയായിരുന്നു ഇത്ര നേരം? ഞാൻ നോക്കിയിരിക്കാന്നറിയോ? വിശന്നിട്ടാണെങ്കിൽ മനുഷ്യൻ്റെ കണ്ണ് കാണില്ല, അഞ്ജു ആവണിയോട് പറഞ്ഞു. സോറിടാ, ഇച്ചിരി വർക്ക് കൂടുതലായിരുന്നു ഇന്ന്, അതാ ലേറ്റായി. പോരാത്തിന് സാർ ഇന്ന് ഇത്തിരി കലിപ്പില്ല. സാറോടെ വേഗം വരാ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഓടിയേ, ആവണി പറഞ്ഞു. ആണോ? എന്താണ് കാരണം? അല്ല, നമ്മുടെ സാറിന് കലിപ്പ് വരാൻ വല്ല കാരണമൊന്നും വേണ്ടല്ലോ. പക്ഷെ ആ കലിപ്പ് കാണാനും ഭയങ്കര ചന്ത, അഞ്ജു ആവണിയോട് പറഞ്ഞു. എടി അതൊക്കെ പോട്ടെ, സാറിന്ന് എന്നെക്കുറിച്ച് വീണ്ടും എന്തെങ്കിലും ചോദിച്ചോ? അഞ്ജു ആകാംക്ഷയോടെ ആവണിയോട് ചോദിച്ചു. അവളുടെ ചോദ്യം കേട്ടപ്പോൾ ആവണിക്ക് പേടിയായി ശരിക്കും. അഞ്ജുവിനെ സാറിന് ശരിക്കും ഇഷ്ടമാണോ ഇനി എന്നവൾ ആലോചിച്ചു. ഇനി ഇഷ്ടമാണെങ്കിൽ താൻ എന്ത് ചെയ്യും? അവൾ ആലോചനയിൽ മുഴുകി. ഉണ്ടെങ്കിൽ സാർ ഒരിക്കലും അവളെ ആ കണ്ണോടെ കാണില്ല. പിന്നെ സാറിൻ്റെ തന്നോടുള്ള പെരുമാറ്റവും സാറ് തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന സംശയമുള്ളതെല്ലാം അഞ്ജുവിനോട് തുറന്നു പറഞ്ഞാലോ? അത് കേട്ട അവൾക്ക് വിഷമാവോ? തന്നോട് മിണ്ടാതിരിക്കോ? അങ്ങനെയുള്ള ചിന്തകളായിരുന്നു അവളുടെ മനസ്സിലൂടെ കടന്നു പോയിരിക്കുന്നതൊക്കെ. എടി പെണ്ണെ, പാറ, ചോദിച്ചു സാറ് വീണ്ടും എന്നെപ്പറ്റി? അഞ്ജു വീണ്ടും ചോദിച്ചു. ആവണി ഇല്ല പറഞ്ഞു. കഷ്ടായല്ലോ. അടി പിന്നില്ലേ, എൻ്റെ ശത്രു ഇല്ലേ അവൻ?
അവൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആരാ? ദീപക്കോ? അല്ല എടി, നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? വേറെ ആരോടും അവൻ വഴക്കിന് നിൽക്കാറില്ലല്ലോ, നിന്നോട് മാത്രമാണ് പ്രശ്നം. നിനക്കും അതെ? ആവണി ചോദിച്ചു. നിനക്കറിയില്ലേ പ്രശ്നം എന്താന്ന്? അറിയാതെ എൻ്റെ കയ്യിൽ നിന്ന് ജ്യൂസ് അവൻ്റെ ഷർട്ടിൽ പോയി. അത് ഞാൻ മനഃപൂർവ്വം ചെയ്തതാ എന്ന പോലെയല്ലേ അവനന്ന് സംസാരിച്ചത്. കോന്തൻ, അവൻ ആരാന്ന് അവൻ്റെ വിചാരം? അഞ്ജു പറഞ്ഞു. ഓ ബെസ്റ്റ്, ആ സംഭവം കഴിഞ്ഞിട്ട് 2 വർഷമായില്ലേ. പിന്നെ അവൻ പറഞ്ഞപ്പോൾ അതിന് നീ മിണ്ടാതിരുന്നിട്ടൊന്നുമില്ലല്ലോ, തക്ക മറുപടിയും കൊടുത്തില്ലേ? ആവണി പറഞ്ഞു. അല്ലാതെ പിന്നെ അവൻ പറയുന്നതൊക്കെ കേട്ടിരിക്കാൻ ഞാൻ നീയല്ലല്ലോ. അതിനുശേഷം തുടങ്ങിയതാ അവൻ്റെ ഈ അടിയുണ്ടാക്കല്. അതിന് നീ അവനെ മാത്രം കുറ്റം പറയണ്ട. അവൻ്റെ അടുത്തെ അടിയുണ്ടാക്കാൻ നിനക്കും ഭയങ്കര ഉത്സാഹം തന്നെയാ, ആവണി പറഞ്ഞു. ഇപ്പം എന്തായാലും ലീവെല്ലാം കഴിഞ്ഞ് അവൻ വന്നതല്ലേ, ഇനി നീ അങ്ങോട്ട് പോയി ഇനി അടിയുണ്ടാക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. ഓ, ഞാൻ അടിയുണ്ടാക്കാനൊന്നും നിൽക്കുന്നില്ല. പക്ഷെ അവൻ ഇങ്ങോട്ട് വന്ന് ചൊറിഞ്ഞ ഞാൻ അങ്ങോട്ട് നിന്ന് മാറുവേ. പിന്നെ നീ എന്നോട് അതും ഇതൊന്നും പറഞ്ഞു വരരുത് കേട്ടോ, അഞ്ജു ആവണയോട് പറഞ്ഞു. ഞാനൊന്നും പറയേണ്ടി വരില്ല. മിക്കവാറും സാറിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ രണ്ടാൾക്കും കിട്ടിക്കോളും. ആവണി അഞ്ജുവിനെ താക്കീത് ചെയ്തു. അപ്പോൾ നീ എന്നെ വന്ന് രക്ഷിക്കണം. എൻ്റെ ഒരു നിഗമനം വെച്ച് ആ കടുവയ്ക്ക് ഈ ഓഫീസിൽ കുറച്ച് പേരെ അയാൾക്ക് ഇത്തിരി മതിപ്പൊക്കെ ഉള്ളൂ. ആ ഗുഡ് ലിസ്റ്റിൽ ആദ്യം സാർ എഴുതിയ പേരാണ് ആവണി എന്നത്. ഇനി വല്ല പ്രശ്നവും ഉണ്ടായാൽ നീ എനിക്ക് വേണ്ടി ഒന്ന് സംസാരിച്ച് മതി, ആള് കൂളാവുന്നേ. അഞ്ജു ഒരു ചിരി ഫിറ്റ് ചെയ്ത് ആവണയോട് പറഞ്ഞു. കൂളല്ല, ഹീറ്റ് ആവുക. അങ്ങനൊന്നും ആവില്ലടാ നൗസേ. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവരുടെ സംസാരം നീണ്ടു. അപ്പോഴാണ്, എന്താണ് ആവണി, ഫുഡ് കഴിക്കാതെ ഇവള് തള്ളും കേട്ടിരിക്കുവാണോ താൻ എന്ന് പറഞ്ഞ് അവർ ഇരിക്കുന്ന ടേബിളിൽ ഫുഡും കൊണ്ടുവച്ച് ദീപക് ചോദിച്ചത്. ഞങ്ങൾ ഓരോന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ല, ഇപ്പോൾ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്, ഓക്കെ അല്ലേ? ആവണി ചോദിച്ചു. അതൊക്കെ ഇപ്പോൾ ഓക്കെ ആടോ, ദീപക് പറഞ്ഞു. എന്താണ് ആവണി, തൻ്റെ ഫ്രണ്ടിന് വല്ല തേനീച്ചയും കടിച്ചോ? മുഖം ഇങ്ങനെ വീർത്തിരിക്കുന്നുണ്ടല്ലോ, ദീപക് അഞ്ജുവിനെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. എൻ്റെ മുഖം അല്ല വീർത്തിരിക്കുന്നത്, തനിക്കെന്താ പ്രശ്നം? അയ്യോ, എനിക്കൊരു പ്രശ്നവും ഇല്ലേ, ദീപക് പറഞ്ഞു. ഈശോയെ, ഇവരെ കൊണ്ട് തോറ്റല്ലോ ഞാൻ. അതെ, നിങ്ങളിപ്പോൾ ഇരുന്ന് അടി ഉണ്ടാക്കല്ലേ, ഇനി സമയമുണ്ടല്ലോ, ഇപ്പം നമുക്ക് ഫുഡ് കഴിക്കാം, ആവണി പറഞ്ഞു. അത് കേട്ടതും ദീപക്കും അഞ്ജു പരസ്പരം ഒന്ന് തുറച്ചു നോക്കിയ ശേഷം കഴിക്കാൻ തുടങ്ങി. കഴിച്ചു കഴിഞ്ഞ് ആവണി ക്യാബിനിലേക്ക് പോവാൻ നിന്നു. ഡി, ഞാൻ സാറോടൊപ്പം ഒരു സൈറ്റ് നോക്കാൻ പോവേ, ആവണി പറഞ്ഞു അഞ്ജുവിനോട്. ഡി, എന്തായാലും ഓഫീസ് ടൈം കഴിയുമ്പോഴേക്കും നീ എത്തില്ലേ? ഡി എത്തും, അഞ്ജുവിനോട് ആവണി പറഞ്ഞു. എന്നിട്ട് ആവണി ക്യാബിനിലേക്ക് പോയി. അപ്പോൾ അഞ്ജുവിൻ്റെ ഫ്രണ്ടിൽ ഫുഡ് കഴിച്ച് ടിഫിൻ എടുത്തു വെക്കുന്ന ദീപക് ആയിരുന്നു. ഹലോ, ഞാനില്ലാത്ത ദിവസങ്ങൾ എങ്ങനെയായിരുന്നു എൻ്റെ പ്രധാന ശത്രുവിൻ്റെ? ദീപക് അഞ്ജനയോട് ചോദിച്ചു. ഒരുപാട് നന്നായിരുന്നു. ഈ ഓഫീസിൽ മുഴുവനും ശാന്തി സമാധാനവും മാത്രമായിരുന്നു. എവിടെ നോക്കിയാലും ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇവിടെ നിന്ന് അതൊക്കെ പറന്നുപോയി, അഞ്ജു മറുപടി പറഞ്ഞു. ആണോ? എന്നാലേ നിന്റെ ആ ശാന്തിയും സമാധാനവും ഇനി തിരിച്ചു കിട്ടാനേ പോണില്ല. ഞാൻ നിന്റെ പിന്നാലെ നിന്നടന്ന് നിന്നെ ശല്യപ്പെടുത്തും, ദീപക് പറഞ്ഞു. എന്നാലേ അന്ന് ഷർട്ടിലല്ലേ ജ്യൂസ് ഒഴിച്ചേ, ഇനി നിന്റെ മുഖത്തൊഴിക്കും ഞാൻ, അഞ്ജു മറുപടി പറഞ്ഞു. ആണോ? അന്ന് നമുക്ക് കാണാടി എന്ന് പറഞ്ഞ് ദീപക് അവൻ്റെ സീറ്റിലേക്ക് പോയി. ഓഹോ, അഞ്ജുവിനെ ചൊറിഞ്ഞപ്പോൾ എന്തൊരു സമാധാന, ദീപക് മനസ്സിലോർത്തു. ഇവനില്ലാതെ ആ സാറിനെ പോയി നോക്കി ഇരിക്കാൻ എന്ത് സുഖമായിരുന്നു ഓഫീസിൽ, അഞ്ജു മനസ്സിൽ പറഞ്ഞു. ഇതേ സമയം ഡേവിഡ് ആവണിയെ കാത്ത് ക്യാബിനിൽ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് ആവണി ക്യാബിനിലേക്ക് വരുന്നത്. അവളെ കണ്ടതും ഡേവിഡ് ചോദിച്ചു. താൻ വന്നോ? എന്നാൽ നമുക്ക് പോയാലോ എന്ന്. അവൾ ഓക്കെ പറഞ്ഞ് പുറത്തിറങ്ങി. അപ്പോഴാണ് അവളന്ന് ശ്രദ്ധിച്ചത്, ഡേവിഡ് ഫുഡ് കഴിച്ചിട്ടില്ല എന്ന്. താനൊപ്പം ഇരിക്കില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണോ ഡേവിഡ് ഫുഡ് കഴിക്കാതിരുന്നേ എന്ന് അവൾക്ക് തോന്നി. എന്നാൽ അവൾ അത് ഡേവിഡിനോട് ചോദിച്ചില്ല. ഡേവിഡും
അവളും കാറിൻ്റെ അടുത്തേക്ക് എത്തി. ആവണി ഫ്രണ്ടിലെ ഡോർ തുറന്ന് ഡ്രൈവറിൻ്റെ ഒപ്പം ഇരിക്കാൻ പോയതും ഡേവിഡ് ആവണിയെ ബാക്ക് സീറ്റിലേക്ക് അവൻ്റെ ഒപ്പം ഇരിക്കാൻ പറഞ്ഞു. അവൾ മടിച്ചുകൊണ്ട് കാറിൻ്റെ ബാക്ക് സീറ്റിലേക്ക് കയറി.